ഹലോ ഗായ്സ്, നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയ ഉച്ചനേരം എങ്ങനെയാണെന്ന് കണ്ടാലോ? എപ്പോഴും വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്, പക്ഷേ പറ്റാറില്ല, സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഞാൻ മുരിങ്ങയില കറിയും പച്ചക്കറിയായിട്ട് പിന്നെ കുറച്ച് ഉപ്പേരിക്ക് ക്യാരറ്റും ബീൻസും കൂടെ ഉപ്പേരിയായിട്ടാണ് വെക്കുന്നത്. ബായ്. ചോറിൻ്റെ പണിക്കിടയിൽ ഇസമോളെ കൂടെ കളിക്കാനും പോവും ഇടയ്ക്ക്. ഇസമോൾ ഇതാ കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് വിടാൻ വേണ്ടി പോവുക വണ്ടിയിൽ. അപ്പോൾ അവളെ കൂടെയും കുറച്ച് കളിക്കും. ഇസമോളെ കൂടെ കളിച്ചുകൊണ്ട് നിന്നാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തീരെ മൈൻഡാക്കാതെ പണിയിൽ തന്നെ പോയാൽ അവൾക്ക് ഭയങ്കര വെറീസാവും. ഇനി എവിടെ പോവാ ഇസ? കുട്ടികളൊക്കെ എവിടുന്നാ കൂട്ടി വരുന്നേ? ആണോ? എന്തൊക്കെ പഠിച്ചു കുട്ടികള്? ഞാനിവിടെ ഉപ്പേരിക്ക് ബീൻസും ക്യാരറ്റും തേങ്ങയും പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് കടുകിൽ വറവിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ബീൻസ് പിന്നെ ഞങ്ങൾക്ക് മൂന്നാൾക്കും കുഴപ്പമില്ല, ഇഷ്ടമാണ്. അമരയ്ക്ക ആവുമ്പോൾ ഇവിടെ ആരും കഴിക്കാറില്ല. ഹസ്ബൻഡ് കഴിക്കും, പക്ഷേ മോളും ഞാനും അത്ര കഴിക്കാറില്ല. ബീൻസ് ക്യാരറ്റൊക്കെ വെക്കുമ്പോൾ മോൾക്ക് ഇഷ്ടമാണ്, അവൾ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും. ഉപ്പേരി മാത്രം എടുത്ത് കഴിക്കും. ഞാൻ കൂടുതലും കയ്യിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യാറ് വെജിറ്റബിൾസ് മൊത്തം. പക്ഷേ കയ്യിൽ വെച്ച് ഇങ്ങനെ കൊത്തി അരിയുമ്പം കയ്യിൽ വര വീഴുമ്പം അത് പിന്നീട് വൃത്തികേടാവും. അതുകൊണ്ട് പിന്നെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കുമ്പോഴേക്കും ചോറ് ഏകദേശം വെന്ത് കഴിഞ്ഞു. പിന്നെ ചോറ് വറുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ പാത്രങ്ങളൊക്കെ വളരെ ലിമിറ്റഡായിട്ട് കൊണ്ടുവന്നതുകൊണ്ട് 1 by 1 ആയിട്ടേ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഉപ്പേരി ഉണ്ടാക്കുന്ന സെയിമിൽ തന്നെ പിന്നെ നെക്സ്റ്റ് കറിക്ക് വറവിടലും എല്ലാം. അതിനിടയ്ക്ക് കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അധികം ഈ പരിപ്പാണ് യൂസ് ചെയ്യാറ്. നാട്ടിലെ പരിപ്പ് ഞങ്ങൾ വാങ്ങിക്കാറില്ല. പിന്നെ ഞാൻ മുരിങ്ങയില കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ പരിപ്പും ഒരു പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വിസിലടിച്ച്. പിന്നെ നെക്സ്റ്റ് അപ്പോഴേക്കും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൻ്റെ ഒന്ന് ആവി വിടുന്ന സമയം കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ ആദ്യം തന്നെ എണ്ണയിൽ കടുക് വറവിട്ടു. ഇത് ഇവിടെ കിട്ടുന്ന കടുകാണ്. ഇവിടെ നാട്ടിലെ പോലത്തെ കടുക് കിട്ടും, പക്ഷേ സൈസ് ചെറുതായിട്ടാണുള്ളത്. അപ്പോൾ ഇതിന് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ തന്നെയാണ് വാങ്ങിക്കാറ്. കിച്ചണിന് പുറത്തോട്ട് നോക്കിയാൽ എപ്പോഴും ഈ കൊക്കിനെ ഇവിടെ കാണാം കേട്ടോ. പാത്രം കഴുകുമ്പോൾ വേസ്റ്റൊക്കെ അതിലൂടെ പോകുമ്പോൾ അത് കൊത്തി കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇവിടെ പിന്നെ കുറേ കിളികളുണ്ട്, മൈന, പ്രാവ് എല്ലാം വരാറുണ്ട്. ഇത് ആശാൻ എന്നെ കണ്ട് പേടിച്ച് ഓടുക. ഇപ്പോൾ വീണ്ടും വരും. ഇവിടുന്ന് പോകാറേ ഇല്ല, ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട്. അപ്പോഴേക്ക് നമ്മളെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വേവും. ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് എടുത്ത് വേവിച്ചാൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ കലക്കുന്നുണ്ട്, വേവിക്കുന്നില്ല. തേങ്ങ കലക്കിയിട്ട് മുരിങ്ങയില വറവിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടാണ് വേവിക്കുക. അപ്പോൾ ഇപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും, കാരണം ഇലേൻ്റെ കൂടെ പിന്നെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇല ജസ്റ്റ് ഒന്ന് വാട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ചോറും ഉപ്പേരിയും റെഡിയായി. ഇങ്ങനെ ചെയ്തു. ഒന്നും കൂടെ ആക്ക് നോക്കട്ടെ.
വാ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ കഴിഞ്ഞപ്പം ഇവിടുന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു വെളിച്ചെണ്ണയാണിത്. ഇവിടെ അങ്ങനെ വെളിച്ചെണ്ണ ആരും യൂസ് ചെയ്യാറില്ല, കടുകെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ റിഫൈൻഡ് ഓയിൽസ് ആയിരിക്കും. പിന്നെ ഈ കറിക്കൊക്കെ വെളിച്ചെണ്ണേൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഇലയിൽ ഏകദേശം ഒന്ന് വെള്ളമൊന്ന് വറ്റി ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ തന്നെ അതിലോട്ട് നമ്മൾ പരിപ്പും തേങ്ങയും കലക്കിയത് വയ്ക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ഷീണം മാറ്റാൻ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇസമോൾക്കും വേണമെന്ന് പറഞ്ഞ് ഇസമോളും വന്ന് കുറച്ച് ടേസ്റ്റ് നോക്കി വേണ്ടാന്ന് പറഞ്ഞു പോയി. ചിലപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെയാണ് കുടിക്കാറുണ്ട്. തിരിയും കൊണ്ട് കുടിക്കുക. പിന്നെ നമ്മളെ ചോറും കറിയും എല്ലാം ശരിയായി. പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാർ. പിന്നെ ലാലേട്ടൻ വരുന്നതിൻ്റെ മുന്നേ എല്ലാം ടേബിളിലേക്ക് എത്തിച്ച്. അപ്പോഴേക്കും വന്നു. പിന്നെ മോൾക്ക് ബലൂണൊക്കെ ആയിട്ടായിരുന്നു വന്നത്. അങ്ങനെ മോളെ കൂടെ കുറച്ച് കളിക്കലായി, അച്ഛനും മോളും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. മോൾക്ക് പിന്നെ ഈ കറി ഇഷ്ടമാണ്, മുരിങ്ങയില കറി ഇഷ്ടമാണ്, ഉപ്പേരിയും എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സമയം ചിലവഴിച്ചു. ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഉച്ചനേരം. ഞാൻ പറ്റും പോലെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.